ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജിയെ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ സാങ്കേതിക വിദ്യ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. AI-ക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എഴുതാൻ സാധിക്കും, നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ സാധിക്കും, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും, നിങ്ങളുടെ ഓർമ്മകളെ സൂക്ഷിക്കാൻ വരെ ഇന്ന് AI-ക്ക് കഴിയും. കേൾക്കുമ്പോൾ ഇതൊരു വലിയ സൗകര്യമായി തോന്നാം, പക്ഷേ ഇതിൻ്റെ മറുവശം വളരെ ഭയപ്പെടുത്തുന്നതാണ്. നമുക്ക് പോലും അറിയാതെ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്ഷമ, സ്വയം ചിന്തിക്കാനുള്ള ശേഷി ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഈ മെഷീനുകൾക്ക് പൂർണ്ണമായും അടിമപ്പെടുന്നതുവരെ നമ്മൾ ഇത് തിരിച്ചറിയുക പോലുമില്ല. പക്ഷേ ഇന്ന് ഈ AI യുഗത്തിൽ നിങ്ങളുടെ ബ്രെയിനിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും മടിയുള്ളതും ദുർബലമാകുന്നതുമായി മാറുന്നതിനു മുൻപ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. യഥാർത്ഥത്തിൽ AI ഒരു വില്ലനല്ല, അതൊരു അത്ഭുതകരമായ ടൂളാണ്. പക്ഷേ പ്രശ്നം വരുന്നത് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിർത്തുമ്പോഴാണ്. ഇന്ന് ചെറിയൊരു സംശയം വന്നാൽ പോലും സ്വന്തമായി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചോദിക്കുന്നത് AI-യോടാണ്. ഹോംവർക്ക് ചെയ്യണോ? AI. പുതിയ ആശയങ്ങൾ വേണോ? AI. എന്തെങ്കിലും എഴുതണോ? AI. ചിന്തിക്കാൻ പോലും AI. ഇങ്ങനെ തുടർന്നാൽ പതുക്കെ നമ്മുടെ തലച്ചോറ് ആഴത്തിൽ ചിന്തിക്കുന്നത് നിർത്തും. കാരണം നമ്മുടെ തലച്ചോറ് ശക്തമാകുന്നത് അത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. നമ്മുടെ ശരീരത്തിലെ മസിൽസ് പോലെയാണ് ബ്രെയിനും. നിങ്ങൾ ഒരു ഭാരവും എടുക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ മസിലുകൾ ദുർബലമാകുന്നത് പോലെ ചിന്തിക്കാതിരുന്നാൽ നിങ്ങളുടെ ബ്രെയിനും മന്ദഗതിയിലാകും. എളുപ്പമുള്ള ഉത്തരങ്ങൾ ചിന്താശേഷിയെ ഇല്ലാതാക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള AI ടെക്നോളജി നമ്മുടെ ബ്രെയിനിൽ നിന്ന് രഹസ്യമായി ഇല്ലാതാക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡീപ്പ് ഫോക്കസ്. AI-യും ഇന്നത്തെ ഈ ഷോർട്ട് ഫോം കണ്ടന്റ്സും നമ്മുടെ ബ്രെയിനിനെ ഇൻസ്റ്റന്റ് റിസൾട്ട്സ് പ്രതീക്ഷിക്കാൻ ശീലിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നത്, പഠിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. ഇന്ന് ഡീപ്പ് ഫോക്കസ് എന്നത് ഒരു അത്യപൂർവമായ കാര്യമായി മാറിക്കഴിഞ്ഞു. സെക്കൻഡ്, ക്രിയേറ്റിവിറ്റി ആൻഡ് മെമ്മറി. യഥാർത്ഥ ക്രിയേറ്റിവിറ്റി വരുന്നത് ചിന്തകളിൽ നിന്നും, നിരീക്ഷണങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും, നമ്മുടെ സ്വന്തം ഭാവനയിൽ നിന്നുമാണ്. പക്ഷേ AI നമുക്ക് റെഡിമെയ്ഡ് ആശയങ്ങൾ തരുമ്പോൾ നമ്മൾ സ്വയം ഭാവനയിൽ കാണുന്നത് നിർത്തുന്നു. എല്ലാ വിവരങ്ങളും മെഷീൻ ഓർത്തുവെക്കുമ്പോൾ നമ്മൾ ഒന്നും ഓർക്കാൻ ശ്രമിക്കുന്നതുമില്ല. തേർഡ്, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ തീരുമാനങ്ങൾ പോലും, ഉദാഹരണത്തിന് ഒരു ഇമെയിൽ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്ലാൻ തയ്യാറാക്കുന്നത്, നമ്മൾ AI-ക്ക് വിട്ടുകൊടുക്കുമ്പോൾ സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള ബ്രെയിനിൻ്റെ ആത്മവിശ്വാസമാണ് ഇല്ലാതാകുന്നത്. പിന്നീട് ഒരു ചെറിയ കാര്യം തിരഞ്ഞെടുക്കാൻ പോലും AI-യുടെ സഹായമില്ലാതെ നമ്മൾ പതറിപ്പോകും. നമ്മൾ ചിന്തിക്കാൻ മടിയുള്ള വെറും റോബോട്ടുകളായി മാറും. അമിതമായ ആശ്രയത്വം ബുദ്ധിയുടെ മൂർച്ച കുറയ്ക്കും. ഇനി ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കാനുള്ള 5 റൂൾസ് നോക്കാം. റൂൾ 1, തിങ്ക് ബിഫോർ യൂസിങ് AI. ഏതെങ്കിലും ഒരു കാര്യത്തിന് AI-യുടെ സഹായം തേടുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ് അത് സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. ആ 15 മിനിറ്റിലെ നിങ്ങളുടെ സ്ട്രഗിൾ നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോണുകളെ ഉണർത്തും. ഓർക്കുക, എളുപ്പമുള്ള ഉത്തരങ്ങൾ സൗകര്യങ്ങൾ തരും, പക്ഷേ ആ കഠിനാധ്വാനം മാത്രമേ ബുദ്ധിശക്തി നൽകൂ. അതുകൊണ്ട് ആദ്യം സ്വയം ചിന്തിക്കാൻ ശ്രമിക്കൂ. റൂൾ 2, ട്രെയിൻ ഡീപ്പ് ഫോക്കസ് ഡെയിലി. നമ്മുടെ ബ്രെയിനിന് ഇപ്പോൾ ഫോക്കസ് ചെയ്യാനുള്ള ട്രെയിനിങ് അത്യാവശ്യമാണ്.
ദിവസവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ഫോണോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ ഒരു പുസ്തകം വായിക്കാനോ പ്രധാനപ്പെട്ട എന്തെങ്കിലും ജോലി ചെയ്യാനോ മാറ്റിവെക്കുക. തുടക്കത്തിൽ ബ്രെയിനിന് അസ്വസ്ഥത തോന്നും, കാരണം അത് ചീപ്പ് ഡോപ്പമിന് അടിമയാണ്. പക്ഷേ പതുക്കെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ ശക്തമായി തിരിച്ചുവരും. റൂൾ 3: റെഡ്യൂസ് ബ്രെയിൻ നോയ്സ്. നിങ്ങളുടെ ബ്രെയിൻ നോൺ സ്റ്റോപ്പ് നോട്ടിഫിക്കേഷൻസിനും കോൺസ്റ്റന്റ് സ്ക്രോളിങ്ങിനും എൻഡ്ലെസ് ഇൻഫർമേഷൻസിനും ഡിസൈൻ ചെയ്തതല്ല. അമിതമായ ഇൻപുട്ട് മാനസിക ക്ഷീണം അഥവാ മെൻ്റൽ എക്സോഷനു കാരണമാകുന്നു. ദിവസവും കുറച്ചു സമയം പൂർണ്ണമായ നിശബ്ദതയിൽ ഒരു സ്ക്രീനുമില്ലാതെ ഇരിക്കാൻ ശീലിക്കുക. ആ നിശബ്ദത ബ്രെയിനിനെ സുഖപ്പെടുത്തും. റൂൾ 4: റൈറ്റ് മോർ, കോപ്പി ലെസ്. ഒരു പേപ്പറിൽ പേന ഉപയോഗിച്ച് എഴുതുന്നത് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കാൻ ബ്രെയിനിനെ നിർബന്ധിതമാക്കും. AI ഒരിക്കലും നിങ്ങളുടെ സ്ഥിരമായ ഒരു ഷോർട്ട്കട്ട് ആകരുത്. നിങ്ങളുടെ സ്വന്തം വാക്കുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ പുറത്തെടുക്കുക. കാരണം ഈ AI യുഗത്തെ അതിജീവിക്കാൻ പോകുന്നത് സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യർ മാത്രമായിരിക്കും. റൂൾ 5: യൂസ് AI ലൈക്ക് എ സ്ലേവ്, നോട്ട് എ മാസ്റ്റർ. AIയെ നിങ്ങളുടെ യജമാനനാക്കരുത്, പകരം നിങ്ങളുടെ ഒരു മികച്ച സഹായിയാക്കുക. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ആശയങ്ങൾ കൃത്യമായി ക്രമീകരിക്കാനും അതിനെ ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ചിന്താശേഷിയെ അതിന് പണയം വയ്ക്കരുത്. ഭാവിയിലെ ഏറ്റവും സ്മാർട്ടായ ആളുകൾ AI പൂർണ്ണമായി ഉപയോഗിക്കുന്നവർ ആയിരിക്കില്ല, പകരം അത് എപ്പോൾ ഉപയോഗിക്കരുത് എന്ന് കൃത്യമായി അറിയുന്നവരായിരിക്കും. സാങ്കേതിക വിദ്യ ഇനിയും വളരും. AI ഇനിയും കൂടുതൽ സ്മാർട്ടാകും, വേഗതയേറിയതാകും, ശക്തമാകും. പക്ഷേ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും കൈവിടരുത്. ആഴത്തിൽ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്, ഭാവനയിൽ കാണാനുള്ള നമ്മുടെ ശേഷി, ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സ്. നിങ്ങളുടെ ബ്രെയിനിനെ സംരക്ഷിക്കുക. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിറഞ്ഞ ഈ ലോകത്ത് യഥാർത്ഥ ബുദ്ധിശക്തി അഥവാ റിയൽ ഇൻ്റലിജൻസ് എന്നത് ഒരു അപൂർവമായ നിധിയായി മാറും. നിങ്ങളുടെ ശ്രദ്ധയും ചിന്താശേഷിയും മാനസികാരോഗ്യവും തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഈ ചാനൽ വെറും ഒരു മോട്ടിവേഷൻ മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് റീസെറ്റാണ്. സൗകര്യങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ബുദ്ധിശക്തിയെ നശിപ്പിക്കാതിരിക്കുക. സ്റ്റേ ഷാർപ്പ്, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഇൻസ്പയർഡ്.